അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ 1-2 വർഷത്തിന് ശേഷം ഒരു വീഡിയോ ഇടാൻ പോവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. DC ആനിമേറ്റഡ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ചിത്രമായിട്ടുള്ള ജസ്റ്റിസ് ലീഗ് വാർ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കോമിക് പറഞ്ഞു വെച്ചായിരുന്നു, പക്ഷേ എനിക്കത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് കാരണമാണ് ഞാൻ ഈ മൂവി തന്നെ ചെയ്യുന്നത് ആദ്യം. അപ്പോൾ ഈ കോമിക്കിനെ ഇൻസ്പയർ ആക്കി ഉണ്ടാക്കിയ സ്റ്റോറി തന്നെയാണ് ഈ സ്റ്റോറിയും. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ന്യൂസാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാറ്റ്മാനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. എവിടുന്നോ കിട്ടിയ ഒരു വീഡിയോൻ്റെ പുറകിലാണ് ഇവർ ഇതൊക്കെ പറയുന്നത്. ബാറ്റ്മാൻ മോഷണം നടത്തിയെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത്രയും പൈസയുള്ള ഒരാൾ എന്നാത്തിനാണ് മോഷ്ടിക്കുന്നത്. പിന്നെ ഗോതം സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ ഒരു ലേഡി ബസ് കിട്ടാതെ ഓടി തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അവരെ ബാറ്റ്മാനെ പോലത്തെ ഒരു വിചിത്ര രൂപം ഒന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. അതിൻ്റെ പുറകെ നമ്മുടെ ഹാൽ ജോർഡൻ അഥവാ ഗ്രീൻ ലാൻഡൻ വെച്ച് പിടിക്കുകയാണ്. ഗ്രീൻ ലാൻഡൻ തൻ്റെ പവർ വെച്ച് അതിനെ തളച്ചിടുന്നുണ്ട്. പക്ഷേ ആ വിചിത്ര രൂപ ആ പെണ്ണിനെ അങ്ങോട്ട് താഴത്തേക്ക് വലിച്ചെറിയാണ്. ഉടനെ തന്നെ ആ പെണ്ണിനെ ഗ്രീൻ ലാൻഡൻ രക്ഷിക്കുന്നുണ്ട്. രക്ഷിച്ചിട്ട് 4 പഞ്ച് ഡയലോഗ് അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രീൻ ലാൻഡൻ ചെന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇനി ഞാൻ എങ്ങനെ താഴെ ഇറങ്ങും? അത് കേട്ടിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു നന്മ പോലും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ലാൻഡൻ അടുത്ത് പോയി. അങ്ങനെ ആ വിചിത്ര ജന്തുവിനെ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോഴാണ് ഗ്രീൻ ലാൻഡൻ്റെ പുറകിൽ നിന്നൊരു സാധനം വന്ന് അടിക്കുന്നത്. ഈ ജീവിക്ക് പറയുന്ന പാരാഡീമൺ എന്നാണ്. ആ സാധനം ഗ്രീൻ ലാൻഡനെ നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രീൻ ലാൻഡനെ അടിച്ചിട്ട് അവിടെ കിടത്തിയിട്ട് കഥ കഴിക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ബാറ്റ്മാൻ അവിടെ കയറി വരുന്നത്. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും തമ്മിലായി അടി. അതുപോലെ തന്നെ ബാറ്റ്മാനെ കൊല്ലാൻ വരുമ്പോൾ ഗ്രീൻ ലാൻഡൻ വന്ന് പാരാഡീമണ്ണെ അടിച്ചിടുന്നുണ്ട്. ഗ്രീൻ ലാൻഡൻ അപ്പോൾ ബാറ്റ്മാനെ വന്നിട്ട് കണ്ടിട്ട് പറയുന്നു, അപ്പോൾ ഞാൻ കേട്ടതൊക്കെ ശരിയാണ്, നീ ഉള്ളതല്ലേ, ഇപ്പോൾ നീ ആ ലൈറ്റ് ഓഫ് ചെയ്യ്, ബാറ്റ്മാൻ പറയുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ അവരുടെ പുറകെ വരുന്നത്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇവരാണല്ല പ്രോബ്ലത്തിന് കാരണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പാരാഡീമൺ വന്ന് രക്ഷപ്പെടുന്നത്. പക്ഷേ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ബാറ്റ്മാൻ ആ പാരാഡീമണിൻ്റെ കാല് തൂങ്ങി അതിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ അവർ ചെന്ന് ഒരു ഓടയിലെത്തുന്നു. ഗ്രീൻ ലാൻഡൻ അതിൻ്റെ ഇടയിൽ ബാറ്റ്മാൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിൻ്റെ സൂപ്പർ പവർ തന്നെ വല്ല സൂപ്പർ സ്ട്രെങ്ത് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാറ്റ്മാൻ അപ്പോൾ പറയുന്നു, സൂപ്പർ പവർ ഒന്നുമല്ല, ജസ്റ്റ് ഹ്യൂമൺ. അപ്പോൾ നീ എങ്ങനെ പറക്കുന്നത്? ഗ്രീൻ ലാൻഡൻ ചോദിച്ചു. അപ്പോൾ ബാറ്റ്മാൻ പറഞ്ഞു, പ്ലെയിൻ ഉണ്ടല്ലോ ഒന്ന്. പക്ഷേ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാറ്റ്മാൻ നൈസായിട്ട് ആ ഗ്രീൻ ലാൻഡൻ്റെ മോതിരം അങ്ങ് ഊരി വാങ്ങി. അപ്പോൾ നമ്മുടെ ഹാൽ ജോർഡൻ പറഞ്ഞു, അത് ഇങ്ങ് തന്നേക്ക്, തരാൻ പറ്റിയില്ലെങ്കിലോ, എന്നാൽ ഞാനിത് അങ്ങ് എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻ ലാൻഡൻ ബാറ്റ്മാൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങി. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്, അതായത് പാരാഡീമൺ അവിടുന്ന് നെഞ്ചിൽ നിന്ന് പുള്ളിയുടെ ഒരു ബോക്സ് എടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ആക്ടിവേറ്റ് ആക്കും. ഗ്രീൻ ലാൻഡൻ അത് കണ്ടിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അത് ഫോർ ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കും. പക്ഷെ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും ഒന്നും പറ്റുന്നില്ല. ബാറ്റ്മാൻ അത് എന്താണെന്ന് നോക്കാൻ ചെന്നപ്പോഴാണ്, മാറിയിരിക്കടാ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് ഗ്രീൻ ലാൻഡൻ പറയുന്നത്. എല്ലാം അറിയുന്ന ഗാർഡിയൻസ്, നമുക്ക് അവരുടെ അടുത്ത് തന്നെ ഇത് ചോദിച്ചേക്കാം. അസംഭവ്യം, ഗാർഡിയൻസിന് അറിയാത്തതായിട്ടൊന്നുമില്ല. ഇങ്ങ് മാറിക്കേ, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതെന്തോ ഏലിയൻ ടെക്നോളജിയാണ്, നമ്മുടെ മെട്രോപോളിസിലുള്ള സൂപ്പർമാനെ പോലെ. ഗ്രീൻ ലാൻഡൻ ചോദിക്കുന്നു, അതിന് നിനക്ക് അവനെ അറിയാവോ? ബാറ്റ്മാൻ പറയുന്നു, അറിയില്ല, പക്ഷേ നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ മെട്രോപോളിസിലുള്ള സ്റ്റാർ ലാബ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഡോക്ടർ സ്റ്റോൺ അവരുടെ കയ്യിലുള്ള മദർ ബോക്സ് വെച്ച് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് ഈ മദർ ബോക്സ് നമ്മുടെ ബാരി അലൻ അഥവാ ഫ്ലാഷ് കൊണ്ട് കൊടുത്താണ്. അവർ പറയുന്നത് ഇതെന്തോ സിഗ്നൽ അയക്കുമെന്നാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടർ സ്റ്റോണിന് ബാരി അലൻ്റെ കോള് വരുവാണ്, അഥവാ ഫ്ലാഷ്. ആൾ പ്രത്യേകിച്ച് ഒന്നിനും അല്ല വിളിച്ചത്, ആ ബോക്സിനെ പറ്റി വല്ല ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് അറിയാനാണ്. പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് ഡോക്ടർ സ്റ്റോൺ പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബാരി അലൻ ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ സ്റ്റോൺ ഒരു മെസ്സേജ് നോക്കിയപ്പോഴാണ് കാണുന്നത്, ഇന്ന് പുള്ളിയുടെ മകൻ്റെ ഫുട്ബോൾ മാച്ച് ഉണ്ട്, പക്ഷെ പുള്ളിക്ക് കാണാൻ പറ്റില്ല. സീൻ കെട്ടിയിട്ട് നമ്മുടെ ബില്ലി ബാറ്റ്സിനെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വിക്ടർ സ്റ്റോണിൻ്റെ മാച്ച് നടക്കുന്നത്. അത് കാണാനാണ് ബില്ലി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആളെന്തൊക്കെയോ തരികയുടെ പരിപാടി ഒപ്പിച്ചിട്ട് അകത്ത് കയറി അവസാനം എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് നമ്മുടെ വിക്ടറിൻ്റെ ടീം ജയിക്കുവാണ്. പുള്ളിയുടെ കളി കണ്ടിട്ട് പുള്ളിയുടെ ടീംമേറ്റ്സ് എല്ലാവരും പുള്ളിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പുള്ളി അറിയുന്നത് പുള്ളിയുടെ അച്ഛൻ കളി കാണാൻ വന്നിട്ടില്ല, പകരം ഒരു കൊച്ചു ചെറുക്കനാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ സീൻ കെട്ടിയിട്ട് വാഷിങ്ടൺ DC ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടർ വുമൺ പ്രസിഡൻറ്റിനെ കാണാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ആൾ പോകുന്ന വഴിക്ക് ആളുടെ എതിരെ കുറേ പേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആളത് നൈസായിട്ട് തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും സീൻ കെട്ടിയിട്ട് നമ്മുടെ വിക്ടറിനെയാണ് കാണിക്കുന്നത്. എല്ലാവരും മാച്ച് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിരിക്കുമ്പോഴാണ് വിക്ടർ മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ചെറിയക്കം ബില്ലി ബാറ്റ്സൺ അവിടെ വന്ന് കയറുന്നത്. പിന്നെ പുള്ളി വിക്ടറിനെ കുറേ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബില്ലി നൈസായിട്ട് അങ്ങ് വിക്ടറിൻ്റെ ജേഴ്സി അടിച്ചു മാറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വിക്ടറിനെ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു. പിന്നെ വീണ്ടും സീൻ കെട്ടിയിട്ട് മെട്രോപോളിസിസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗ്രീൻ ലാൻഡനും ബാറ്റ്മാനും വന്നിരിക്കുകയാണ്.
ബാറ്റ്മാൻ സൂപ്പർമാനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ഗ്രീൻ ലാൻഡൻ ചോദിക്കുകയാണ് അതിന് നിനക്ക് സാറ്റലൈറ്റ് ഉണ്ടോ? അപ്പോൾ ബാറ്റ്മാൻ ചെറുതായിട്ടൊന്ന് ഗ്രീൻ ലാൻഡനെ നോക്കി തലയാട്ടി കാണിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ലാൻഡൻ പറഞ്ഞ് ഞാൻ വെറുതെ തമാശ പറഞ്ഞായിരുന്നു. അപ്പോൾ ആകാശത്ത് നിന്ന് ഉൽക്ക വീഴുന്ന പോലെ ഒരു സാധനം അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഗ്രീൻ ലാൻഡൻ വന്നിട്ട് ഇതൊക്കെ മാമൻ നോക്കിക്കോളാം, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ബാറ്റ്മാനെ തളച്ചിടുകയാണ്. പക്ഷെ 5 സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഗ്രീൻ ലാൻഡൻ തെറിച്ച് വീഴുകയാണ്. ബാറ്റ്മാൻ അപ്പം തന്നെ ആ മദർ ബോക്സ് എടുത്ത് മാറാൻ നോക്കുന്നുണ്ട്. അപ്പം തന്നെ അയാളെ വന്ന് ബാറ്റ്മാനെ അടിച്ചിട്ടു. അപ്പോൾ അത് ആരാന്ന് നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് സൂപ്പർമാനായിരുന്നു. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടൊരു ചെറിയ ഫൈറ്റ്. അവസാനം സൂപ്പർമാൻ വന്ന് ബാറ്റ്മാൻ്റെ കൊങ്ങാക്കി പിടിച്ചിട്ട് ഈ സാധനം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. ബാറ്റ്മാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗ്രീൻ ലാൻഡൻ അങ്ങോട്ട് തിരിച്ചു വരികയാണ്. പിന്നെ വീണ്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു ഫൈറ്റ്. അവസാനം ഗ്രീൻ ലാൻഡൻ വന്ന് സൂപ്പർമാനെ ചെയിനി തളച്ചിടാൻ നോക്കുകയാണ്. സൂപ്പർമാൻ പറയുന്നു, ചെയിനോ എൻ്റെ മുമ്പിലോ? ചെയിനൊക്കെ നിസ്സാരം പോലെ പൊട്ടിത്തെറിപ്പിച്ച് ഗ്രീൻ ലാൻഡൻ്റെ അണ്ണാക്കി കൊടുക്കുകയാണ് സൂപ്പർമാൻ. അപ്പോൾ ബാറ്റ്മാൻ വന്ന് പറയുന്നത് ഇവൻ നമ്മുടെ ശത്രുവല്ല, നമ്മുടെ മിത്രമാണ്. ഇവിടെ നമ്മളൊരു അടി ഉണ്ടാക്കാനല്ല നോക്കേണ്ടത് ശരിക്കും. അവസാനം ബാറ്റ്മാൻ വന്ന് സൂപ്പർമാൻ്റെ അടുത്ത് പറയുകയാണ്, നിൽക്ക് ക്ലാർക്ക്. സൂപ്പർമാൻ ആകെ അമ്പരന്ന് പോയി. ഇപ്പോഴാണ് കാര്യമൊക്കെ ഒന്ന് ശരിയായത്. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ ബ്രൂസ് വെയിൻ? സൂപ്പർമാൻ വന്ന് ഇങ്ങനെ പറയാണ്. പക്ഷേ ഇതിൻ്റെ അവിടെ ഒന്നും മനസ്സിലാവാതെ നമ്മുടെ കിളി പോയി ഗ്രീൻ ലാൻഡൻ നിൽപ്പുണ്ടായിരുന്നു. ബാറ്റ്മാനും സൂപ്പർമാനും വന്ന് ആ മദർ ബോക്സ് എന്നാ സാധനം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ തേടി ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വന്നു. അവരത് കണ്ടത് അവർ ഓടി ഒരു ഓടയിൽ കയറുവാണ്. അപ്പോൾ ഗ്രീൻ ലാൻഡൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ ഈ ഓടയിലെ മണം ഭയങ്കര ഇഷ്ടമാണ്? ഇങ്ങനെ ഗ്രീൻ ലാൻഡൻ പറഞ്ഞതും സീൻ കെട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഭൂമി വിട്ട് വേറൊരു ഗ്രഹത്തിലേക്ക്. അവിടെ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇന്ന് നീ എനിക്ക് വേണ്ടി എന്ത് വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അടിയൻ ഒരു ശക്തിശാലിയായിട്ടുള്ള ക്രിപ്റ്റോണിയൻ നമ്മുടെ മദർ ബോക്സിനെ പറ്റി അറിഞ്ഞിരിക്കുകയാണ്. അവനെ നമ്മൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, ഈ ലോകം നമ്മുടെ ആവണമെങ്കിൽ. എന്നാൽ പിന്നെ അംഗത്തിനൊരുങ്ങിക്കോ. ശരിക്കും പറഞ്ഞാൽ ഈ മൂവി ഒരു ഒറ്റ പാർട്ട് തീർക്കാണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ചെറിയ മടി, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ പോട്ടെ, ബൈ.